മിനായിൽ നിന്ന് പിന്നെ ജംറകളിലേക്കുള്ള എറിയല്, അവിടെ നിന്ന് മക്കയിലേക്ക് വീണ്ടും തവാഫുൽ ഇഫാദ നിർവഹിക്കാൻ പോകുന്നു, തിരിച്ചു വരുന്നു. ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാല് ഇതൊക്കെ എന്തിനാ? ഇതെല്ലാം എന്താ ഒരു കല്ലെറിയാൻ പോകല്, പിറ്റേന്ന് ഫസ്റ്റത്തെ ഒരു ജംറയിൽ മാത്രം എറിയുന്നു, പിന്നെ രണ്ടും മൂന്നിലും എറിയുന്നതിലെ ഇത്ര ഇത്ര കല്ലുകൾ, ഇങ്ങനെ ഓരോന്നും. ശരിക്കും അവിടൊക്കെ വരുന്നത് എന്താണ്? അള്ളാഹുവിനുള്ള അനുസരണം, അല്ലെ? സുബ്ഹാനല്ലാഹ്. തൗഹീദിന്റെ പ്രഖ്യാപനമായിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജീവിച്ച, അദ്ദേഹം യാത്ര ചെയ്ത, അദ്ദേഹം കഴിച്ചുകൂട്ടിയ ആ ദിവസങ്ങളിലൂടെ നമ്മളെ ഒന്ന് അള്ളാഹു തആല സഞ്ചരിപ്പിക്കുന്നു, അല്ലെ? സുബ്ഹാനല്ലാഹ്. അതിലൂടെ നമ്മൾ ആവേണ്ടത് എങ്ങനെയാണ്? അള്ളാഹുവിന് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം എന്നുള്ള ആ ഒരു ലക്ഷ്യം പൂർത്തിയാകല. നമ്മളെ ഹൃദയം റബ്ബിന് വേണ്ടിയിട്ട് എല്ലാം, ഇല്ലെ? എന്തെല്ലാം വിഷമതകൾ ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് സഹിക്കാനും തരണം ചെയ്യാനും ഉള്ള ഇത് റബ്ബിലേക്ക് നമ്മൾ പൂർണ്ണമായും സമർപ്പിക്കുമ്പോൾ അതിനുള്ള താക്കത്ത് അള്ളാഹു നൽകുന്നതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ നടത്തത്തിന്റെ കാര്യം. ശരിക്കും നടത്തം എന്ന് പറയുന്ന ഒരുപാട് നടക്കാനുണ്ട് എന്തായാലും. ഞാൻ പോയി വന്നിട്ട് എല്ലാവരും നല്ല ആരോഗ്യവും നല്ല ആഫിയത്തും ഉള്ള സമയത്ത് എന്തായാലും പോയിക്കോളാം. കുറച്ചങ്ങോട്ട് എത്തിയിട്ടാകുമ്പോൾ എന്തായാലും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരും. നടത്തത്തിലൊക്കെ നല്ല പ്രയാസം നമുക്ക് ഫീൽ ചെയ്യും എന്തായാലും. അപ്പൊ നല്ല ആരോഗ്യമുള്ള സമയത്ത് ചെയ്യേണ്ട ഒരു കർമ്മമാണ്. പ്രായമായ മാതാപിതാക്കളെ ഹജ്ജിന് അയക്കുന്ന മക്കളുണ്ടെങ്കിൽ ഒരു പ്രത്യേകമായിട്ടൊരു റിക്വസ്റ്റ്, ഒരിക്കലും അവരെ തനിച്ചു വിടരുത്. ആരെങ്കിലും ഒക്കെ കൂടെ പോകണം. ഉമ്മാനെയും ഉപ്പാനെയും, മക്കള് വിദേശത്തൊക്കെ ആയിരിക്കും. അപ്പൊ ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ ഹജ്ജിന് പോകണം എന്നല്ല ആഗ്രഹം. അപ്പൊ പൈസ ഒക്കെ മക്കള് കൊടുത്തിട്ട് അവര് പറഞ്ഞയക്കും. ഒരിക്കലും അങ്ങനെ തനിച്ച് അവരെ വിടരുത്. ആരെങ്കിലൊക്കെ കൂടെ പോയി അവരെ കർമ്മങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് അവരെ സന്തോഷിപ്പിച്ചിട്ട് ആ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒരു റിക്വസ്റ്റ് ഞാൻ എന്റെ ഭാഗത്തുനിന്ന് ഞാൻ പറയുന്നു. നിങ്ങൾ ആരെങ്കിലും ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിലൊക്കെ നിങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ ഹജ്ജിന് പോകണമെന്ന് ആഗ്രഹം വന്നിട്ട് അയക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആരെങ്കിലും ഒക്കെ കൂടെ പോകുന്ന രീതിയിൽ സെറ്റപ്പ് ക്രമീകരിക്കുക. അതിനൊക്കെ ഇനിയിപ്പം പിന്നെയും കുറെ പൈസ വേണ്ടേ എന്നൊന്നും ചിന്തിക്കണ്ട. കാരണം എന്താ പറയുക, പൈസ എന്ന് പറയുന്ന അള്ളാന്റെ ഖജനാവില് അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളെ ആവശ്യത്തിന് നമ്മൾ ചോദിക്ക, എടുക്ക, അത് ചെലവാക്ക. അത് നമ്മൾ ഏതൊരു പ്രത്യേകിച്ച് ഹജ്ജ് കർമ്മത്തിന് വേണ്ടിയിട്ട് ചെലവാക്കുന്ന പൈസന്റെ കാര്യം പറയുന്നത് എന്താ അറിയോ, അത് നമുക്ക് തന്നെ തിരിച്ചു കിട്ടും എന്ന് പറയും. എല്ലാ പൈസയും തിരിച്ചു കിട്ടും. അല്ലെ? അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ ചെലവാക്കിയെങ്കിൽ അള്ളാഹ് അത് വഹുവ യുഖ്ലിഫുഹു എന്നാ പറഞ്ഞത്, അല്ലെ? അത് പകരം നൽകും എന്ന് പറഞ്ഞു. അത് വെച്ചാൽ അത് അള്ളാഹ് അത്രയല്ല, അതിന്റെ ഇരട്ടികളായിട്ട് നമുക്ക് ഇതിനെ തിരിച്ചു തരും. അള്ളാഹ് കുറേ പൈസ ആവൂലേ, അന്നേരം വലിയ പൈസ വേണ്ടേ, ഇങ്ങനൊന്നും നമ്മൾ ചിന്തിക്കേ ചെയ്യണ്ട. ഞാൻ പറയുന്ന പിന്നെ ജസ്റ്റ് ഈ ഒരു സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞതാണേ. നമ്മള് തൗഹീദിന്റെ പ്രഖ്യാപനവും അള്ളാഹിന് വേണ്ടി മാത്രം എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ, എല്ലാ ഇബാദത്തിലും അങ്ങനെ തന്നെ വേണ്ടത്. ഈ ഒരു കാര്യത്തിലും കൂടി പ്രത്യേകിച്ച് ഗവൺമെന്റിലൊക്കെ ആണ് അയക്കുന്നതെങ്കിൽ, ഗവൺമെന്റിന്റെ ഹജ്ജ് ഗ്രൂപ്പിൽ വഴിയാണ് പിന്നെ പ്രായമുള്ള ആൾക്കാരെ നമ്മൾ പറഞ്ഞു വിടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവരെ കൂടെ ആരെങ്കിലും ഒക്കെ എന്തായാലും നിർബന്ധമായിട്ട് ഞാൻ പറയുന്നത് വേണമെന്ന്. കാരണം അല്ലെങ്കിൽ അവിടെ ചെന്നിട്ടില്ലേ വല്ലാതെ ഒരു പ്രയാസത്തിലായി കഴിഞ്ഞാല് അത് ആ വിഷമം കൂടി നമ്മൾ ഇതാവേണ്ടി വരും. അപ്പൊ ആ ഒരു കാര്യത്തില് ഇനി അങ്ങോട്ടുള്ള ആളുകളിൽ എന്റെ ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആ കാര്യത്തിൽ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളെ അറിവിൽ ആൾക്കാർ ഇങ്ങനെ പോകുന്നതൊക്കെ അറിയൂല, അപ്പൊ തന്നെ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാം. എന്നുവെച്ചാൽ നമ്മളെ കടമ പൈസ കൊടുത്തിട്ട് അങ്ങ് തീർക്കരുത്. ആ ഒരു കാര്യത്തിൽ കൂടെ ഒരുമിച്ച് പിന്നെ നല്ലപോലെ സഹകരിക്കാനും എല്ലാത്തിനും അള്ളാഹു എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. ശരിക്കും ഞാനിങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ അറിയാനിടയായപ്പോ ഞാൻ വിചാരിക്കുന്നത്, ഗവൺമെന്റ് ഉണ്ടാവുമല്ലോ, നമ്മളെ ഗവൺമെന്റ് അല്ല, സൗദി ഗവൺമെന്റ് തന്നെ ഭരണാധികാരികളെ തന്നെ അവിടുത്തെ രാജാക്കന്മാരും ആൾക്കാരൊന്നും ചിലപ്പോ ഈ പറഞ്ഞ നമ്മളെ നാടുകളിൽ നിന്ന് പോയ പാവപ്പെട്ട ഹാജിമാര് പ്രയാസപ്പെടുന്ന ഈ പ്രയാസങ്ങൾ അവരറിയുന്നുണ്ടാവില്ല. മിക്ക ആളുകളുടെ എന്ന് വെച്ചാല് ഹജ്ജിന്റെ പ്രത്യേകിച്ചിട്ട് ആൾക്കാരും അറിയൂല. ആടത്തെ വിഷമങ്ങളൊന്നും ആരോടും പറയാൻ പറ്റൂല, ആരും അറിയാൻ പറ്റൂല. അന്നേരം പിന്നെ ഹജ്ജിന്റെ ഇത് കൂലി പോയി അങ്ങനെ ഇങ്ങനെ. പക്ഷെ ഈ സാങ്കേതികമായി ആൾക്കാര് അതായത് മനുഷ്യന്മാരെ അവിടുത്തെ ഗവൺമെന്റ് ഓരോരോ ഉത്തരവാദിത്വം ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ടുണ്ടാവും.
അപ്പൊ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാന്നുള്ളത് അവിടെ ഈ ഏൽപ്പിക്കപ്പെട്ട ആളുകളുടെ മേലെ നിർബന്ധമായ ഒരു ബാധ്യതയാണ്. അതവർ കൃത്യമായി നിർവഹിക്കാതെയാണ് എന്താകുന്നത്, ഈ ഹാജിമാര് വല്ലാതെ ഓരോ സന്ദർഭങ്ങളിൽ പ്രയാസപ്പെടുന്നത്. ബസിന്റെ കാര്യമായാലും താമസ സൗകര്യം ആയാലും എല്ലാം തന്നെ കൃത്യമായിട്ട് അതിനൊക്കെ എല്ലാ സജ്ജീകരണം അവൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഈ ഏൽപ്പിക്കുന്ന ഏജന്റുമാർ ആൾക്കാർ അത് കൃത്യമായി അത് ശരിയായ രീതിയിൽ ചെയ്യുന്നില്ല എന്നുള്ള അതിന്റെ പരാതി ശരിക്കും എന്താ പറയാ കറക്റ്റ് ഈ പറഞ്ഞ ഭരണാധികാരികളിലേക്ക് എത്തിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത് ഇങ്ങനെ അവരറിയാത്ത കാലത്തോളം ഈ പറഞ്ഞ ഈ ദുരിതങ്ങൾ ഇത് അള്ളാന്റെ ഭാഗത്തുനിന്ന് വരുന്ന പരീക്ഷണങ്ങൾ തന്നെ എല്ലാം നമുക്ക് അതെല്ലാം ക്ഷമയോടെ നേരിടാനോ എല്ലാം കഴിയണം. പക്ഷെ എന്താ പറയാ ചില അപാകതകൾ പോരായ്മകൾ ഇങ്ങനെയുള്ള ഇവരുടെ ഭാഗത്ത് വരുമ്പോ ശരിക്കും അത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത് ശരിക്കും എത്തിക്കണം. അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു പോയി. കാരണം യാദൃശ്ചികമായിട്ടില്ലേ, എന്താ ഞാൻ പറയണ്ടേ, 2 ദിവസം മുമ്പില്ലേ പിന്നെ എന്റെ ഫോണിലേക്കുണ്ട് തുരുതുരാ കോള് വരുന്നേ. ഞാന് പിന്നെ എടുക്കുമ്പോ അത് അറ്റൻഡ് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ പിന്നെ ഒരു വോയിസ് അയക്കുന്നുണ്ട്. ആദ്യം ഒരു ആണുങ്ങൾ ഒരു വോയിസാ വന്നത്. ഇങ്ങനെ ഇന്നൊരു പാലത്തിന്റെ അടുത്തുണ്ട്, ഫാത്തിമത്തെ അവിടെ ഉണ്ട്, പിന്നെ നിങ്ങളൊന്ന് വന്നിട്ട് പിന്നെ കൂട്ടിയിട്ട് പോകണം, അവരിവിടെ തനിച്ചാ ഉള്ളത്. അപ്പൊ ഞാൻ വിചാരിക്കുന്ന അള്ളാന്റെ റബ്ബി ആരാന്നുള്ള ഇവിടെ വരാൻ ഇങ്ങനെ ഏത് ഫാത്തിമത്തോളി ഏത് പാലത്തിന്റെ അടുത്ത് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. ഞാൻ ആരാന്ന് ചോദിച്ചാൽ പിന്നെ മീനായിൽ നിന്ന് പിന്നെ മക്കത്തുനിന്ന് പിന്നെ ജംറയിൽ എറിഞ്ഞിട്ട് മക്കത്തേക്ക് പോയിട്ട് തിരിച്ച് മിനായിലേക്ക് വരുമ്പോ വഴിതെറ്റിയ ഒരു പെണ്ണുങ്ങളാന്ന് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന. റബ്ബേ, ഞാൻ പറഞ്ഞു നിങ്ങള് ഏത് ഗ്രൂപ്പിൽ ഹജ്ജിന് പോയതാ, എന്താന്ന് സംഭവം? അപ്പൊ പിന്നെ അവർക്ക് ശരിക്കും ഒന്നും അറിയില്ല. ഒന്ന് ഉസ്താദിന്റെ നമ്പർ ഇതാ ഉസ്താദെ, പിന്നെ എനക്ക് അവരോട് പറഞ്ഞിട്ട് എനക്ക് സേവ് ആക്കി തന്നിട്ടില്ല, ഞാനിപ്പോ ഒരു ഹോട്ടൽ റൂമിൽ കയറിയിട്ട് അവിടുത്തെ ആളോട് വൈഫൈ എടുത്തിട്ട് ഇതാന്ന് മെസ്സേജ് അയക്കുന്നതാണ്, ഞാൻ കുറെ ആളെ ഞാൻ പറയും ഞാൻ മക്കത്തൊന്നുള്ള ആളല്ല, ഞാനിവിടെ നാട്ടിലുള്ളതാണ്. പിന്നെ എനക്ക് കേട്ടിട്ട് ഒരു പ്രായമുള്ള എനിക്ക് സങ്കടമായിപ്പോയി. അല്ലാവേ, അങ്ങനെ വൈതെറ്റലും അകലലും സാധാരണ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഞാന് പിന്നെ 1-2 ആൾക്കാരെ ഞാനിങ്ങനെ ഇതായി കാര്യം പറഞ്ഞ് ഞാൻ പറഞ്ഞു നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, നിങ്ങളെ കയ്യിലുള്ള ടാഗും നിങ്ങളെ പിന്നെ കഴുത്തിലുള്ള ആ ഇതും അതെല്ലാം പിന്നെ അവിടെ ഏതെങ്കിലും വളണ്ടിയർമാർ എന്തെങ്കിലും ഉണ്ടാവും, ഇങ്ങനത്തെ ആൾക്കാരെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ കറക്റ്റ് നിങ്ങളെ ടെന്റിലേക്ക് എത്തിച്ചേരും, നിങ്ങളൊന്നുകൊണ്ട് ബേജാറൊന്നും ആകണ്ടെന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച് അൽഹംദുലില്ലാ അത് അവര് പിന്നെ എല്ലാരും അതിന്റെ ഇങ്ങനെ വഴിതെറ്റിയാലൊക്കെ അതിന്റെ അടുത്ത് എത്തും. അപ്പൊ അങ്ങനെ ഞാൻ ജസ്റ്റ് വെറുതെ മറ്റേ ഗ്രൂപ്പ് എടുത്ത് അതിന്റെ ഗവൺമെന്റിന്റെ ഗ്രൂപ്പ് എടുത്ത് നോക്കിയപ്പോഴാണ് അവിടെ ഇതുപോലുള്ള ഒരുപാട് ഒരു പ്രായമുള്ള ഓരോരോ ആൾക്കാരെ വോയിസ് സുബ്ഹാനല്ലാഹ് കേട്ടപ്പോ വല്ലാത്ത സങ്കടം തോന്നി. കുറേ ദുആ ചെയ്ത് അല്ലാഹുവേ നീ ആർക്കും ആ ഒരു വിഷമം അത് മനസ്സിൽ ഇതായിട്ട് ഒരു വിഷമം പോലെ ആകാണ്ട് ഹജ്ജ് എന്ന് പറയുന്ന ആ ഒരു കൺകുളിർമയും ഒരു സന്തോഷവും ആ ഒരു ഇതൊക്കെ അനുഭവിച്ചിട്ട് തന്നെ എല്ലാവർക്കും അത് സ്വീകാര്യമായ ഒരു ഹജ്ജായിട്ട് വരാനൊക്കെ നീ തൗഫീഖ് നൽകണേന്ന് കുറെ പ്രാർത്ഥിച്ച് പഠിച്ചവനോട് കുറെ പറഞ്ഞു, പഠിച്ചവനെ ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നീ ഒരു പരിഹാരം കണ്ടെത്തി കൊടുക്കണം റബ്ബേ. കാരണം ഇങ്ങനെയുള്ള ഒരു ഉമ്മമാരും ആൾക്കാരും ഇങ്ങനെ വിഷമിക്കുമ്പോ ശരിക്കും ഒരു വല്ലാത്തൊരു ഒറ്റപ്പെടുമ്പോ വല്ലാത്തൊരു ബേജാറായിരിക്കുമല്ലോ എന്തായാലും. പിന്നെ അവിടെ ഭയപ്പെടേണ്ട ആവശ്യമില്ല, നിർഭയത്വമുള്ള നാടാണ്, എങ്ങനെ ഏതായാലും തിരിച്ചെത്തും, പിന്നെ കണ്ടുകിട്ടും, അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് അൽഹംദുലില്ലാ. എന്നാലും ഞാൻ പറയുന്ന കുറച്ചും കൂടി പിന്നെ ഇതിന്റെ ആൾക്കാര് കാര്യങ്ങൾ ഒരു ഉത്തരവാദിത്വത്തോടു കൂടി നിർവഹിക്കേണ്ട രീതിയിലേക്ക് ആവണം. നമുക്ക് ആത്മാർത്ഥമായിട്ട് റബ്ബിനോട് പ്രാർത്ഥിക്കാം വരും വർഷങ്ങളില് ഹജ്ജിന്റെ കാര്യങ്ങളൊക്കെ നല്ലൊരു സ്മൂത്ത് ആയിട്ട് എല്ലാവർക്കും കാര്യങ്ങൾ നല്ല ഈ പിന്നെ റാഹത്തായിട്ട് ചെയ്യാൻ, നല്ല റാഹത്തിൽ എല്ലാവർക്കും ആവുന്ന ആൾക്കാരും ഉണ്ട്. എന്നാൽ ചില ഇതിലിങ്ങനത്തെ പിന്നെ കുറച്ച് പ്രയാസങ്ങൾ അതിലും പെടുന്നുണ്ട്. അതൊക്കെ ഹജ്ജിന്റെ ഭാഗം തന്നെ. കുറച്ചൊക്കെ എന്തായാലും ഒരു വട്ടം കറങ്ങലും വഴിതെറ്റലും അതൊക്കെ എല്ലാവർക്കും എല്ലാ ഹജ്ജിലും ഒരു നിർബന്ധമായ ഒരു കർമ്മം പോലെ അത് സംഭവിക്കുന്നുണ്ട്. അതൊക്കെ അത് പ്രശ്നമില്ല. പക്ഷെ അല്ലാതെ വരുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോ നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാല്ലേ അള്ളാഹു ഈ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക് അതിനുള്ള എന്തെങ്കിലും അള്ളാഹു ഒരു അവസരം അള്ളാഹു നൽകട്ടെ. അള്ളാഹ് വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പ്രായമായ ആൾക്കാരും
പുരുഷന്മാരായാലും സ്ത്രീകളായാലും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവർക്കും അള്ളാഹു അവർക്ക് എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പം നൽകട്ടെ. ഒരു ബുദ്ധിമുട്ട് പ്രയാസം ഇല്ലാതെ പിന്നെ നല്ല റാഹത്തായിട്ട് തങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നാടുകളിലേക്ക് എത്താനുള്ള തോഫിക്ക് അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മളെ വിഷയം പിന്നെ ഇവിടെ പറഞ്ഞെന്താണ്, അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തില് നിങ്ങൾക്ക് വേണമെങ്കിൽ അള്ളാഹ്ക്ക് പുറമെ ആരെങ്കിലും വേണമെങ്കിൽ സ്വീകരിച്ചോ, അല്ലെ? പക്ഷെ അതെന്താണ്, അത് ഏറ്റവും വ്യക്തമായ നഷ്ടാന്ന് പറയുന്നത്. എന്നിട്ട് അള്ളാഹു തആല പറയുന്നത് 16-ാമത്തെ ആയത്ത്, ലഹും മിൻ ഫൗഖിഹിം ദുലലും മിനന്നാർ വമിൻ തഹ്തിഹിം ദുലൽ. അവർക്ക് അവരുടെ മുകൾ ഭാഗത്ത് നിന്ന് എന്തുണ്ടാകും? ദുലലുണ്ടാകും. ദുലൽ എന്ന് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തുണ്ടറിയോ, ഇവിടെ ഇതല്ലേ ദിലാല് അല്ലെ, ദുലൽ എന്ന് പറയുന്നത് എന്താന്ന് ശരിക്കും ടണൽ എന്നാണ് അർത്ഥം, അല്ലെ? തണല്. പക്ഷെ നിഴൽ എന്നും പറയും, തണലെന്ന് പറയും. എന്തുകൊണ്ടുള്ള തണലാന്നറിയോ? മിനന്നാർ. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. തീ കൊണ്ടുള്ള, അല്ലെ, തീ കൊണ്ടുള്ള തണൽ എന്ന് പറയുമ്പോ അത് ഭയങ്കര തണലായിരിക്കും. അള്ളാഹു അക്ബർ, അല്ലെ? അഗ്നികൾ കൊണ്ട്, അഗ്നി എന്ന് പറയുമ്പോ കുറച്ചും കൂടി ഒന്നും കൂടി അതിനൊരു പവർ വരുന്നത്. നാറിന്റെ തണലായിരിക്കും അവരുണ്ടാക്കാൻ. വമിൻ തഹ്തിഹിം, താഴ്ഭാഗത്തും എന്ന് പറഞ്ഞാല് മേലെയും താഴെ ഒക്കെ എന്താണ്, ഫുള്ളും തീയായിരിക്കും. ശരിക്കും അള്ളാഹു താല തന്റെ അടിയാന്മാരെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അള്ളാഹു താല എന്താക്കുന്നതാണ്, ഭയപ്പെടുത്തുന്നതാണ്, അല്ലെ? എല്ലാ ഭാഗത്തുനിന്നും അവരെ തീ കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞിട്ടുണ്ടാകും. സൂറത്തുൽ അറാഫിൽ ഈ വിഷയം വരുന്നുണ്ട്. ലഹും മിൻ ജഹന്നമ മിഹാദും വമിൻ ഫൗഖിഹിം ഗവാഷ്. അവർക്ക് നരകത്തിലെ ജഹന്നമിൽ നിന്ന് കിടക്കാനുള്ള ഒരു തൊട്ടിലുണ്ടായിരിക്കും. അതിന്റെ മേൽഭാഗത്ത് മൂടികൾ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. തൊട്ടിൽ എന്നെല്ലാം പറയുമ്പോ നമ്മള് പിന്നെ നോർമലി സാധാരണ അല്ലെ, തൊട്ടിൽ എന്ന് വിചാരിക്കുമ്പോ നല്ലൊരു സുഖമുള്ള ഒരു അനുഭവമാണ്. പക്ഷെ ഇവിടെ എന്താണ്, ജഹന്നമിന്റെ ഇതാണ്. സുബ്ഹാനല്ലാഹ്, അല്ലെ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അപ്പം അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന, അള്ളാഹുവിന് പുറമെ ഇബാദുകളെ സ്വീകരിച്ച ആളുകളുടെ അവസ്ഥയാ പറയുന്നത്. അവര് നരകത്തിലായിരിക്കുന്നു മാത്രല്ല, അവരെ മുഴുവനും തീ കൊണ്ട് അവരുണ്ടാക്കും, പൊതിഞ്ഞിട്ടുണ്ടായിരിക്കും. തീ കൊണ്ടുള്ള ഒരു തൊട്ടിലൊന്ന് ആലോചിച്ച് നോക്ക്, അതിൽ കിടക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഭയങ്കര രസയിക്കോ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അതുകൊണ്ട് അള്ളാഹു തആല എന്താ പറയുന്നത്, യാ ഇബാദി ഫത്തഖൂൻ, എന്റെ അടിയാന്മാരെ, അതുകൊണ്ട് നിങ്ങൾ എന്താക്ക്, നിങ്ങൾ അള്ളാഹുവിനെ, എന്നെ സൂക്ഷിക്ക്, നിങ്ങൾ എന്നെ സൂക്ഷിക്ക്, തഖ്വയുള്ളവരാക്. അത് തന്നെ അള്ളാഹു ആഹ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയിട്ട്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ. ഒരു മിനിറ്റ്, ഒരു കോള് വരുന്നുണ്ടേ. ഒരു കോള് വന്നതേനു. അപ്പം ഇവിടെ അള്ളാഹു തആല പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ എന്താക്കുക, നിങ്ങൾ സൂക്ഷിക്കുക, അള്ളാഹുവിന് സൂക്ഷ്മതയുള്ളവരായി നിങ്ങൾ ജീവിക്കുക. എന്നിട്ട് അള്ളാഹു തആല പറയുന്നത്, വല്ലദീന ഇജ്തനബു ത്വാഗൂത അൻ യഅ്ബുദൂഹാ വഅനാബൂ ഇലല്ലാഹി ലഹുമുൽ ബുശ്റാ വബശ്ശിർ ഇബാദ്. ഈ സൂറത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിനോ? അതായത് ഓരോ ആയത്തുകളും നമുക്ക് പിന്നെ വിശദീകരണത്തിന്റെ ആവശ്യമില്ലാതെയാണ് കാര്യങ്ങൾ നമുക്ക് വിവരിച്ചു തരുന്നത്. സുബ്ഹാനല്ലാഹ്. ഇവിടെ അടുത്ത ഓരോ ഇങ്ങനെ കണക്ഷൻ ആക്കിയിട്ടേ കൊണ്ടുപോകുന്നത്, അല്ലെ? വല്ലദീന ഇജ്തനബു ത്വാഗൂത്തിനെ പിന്നെ ഒഴിവാക്കിയ ആളുകൾ, ത്വാഗൂത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ആളുകൾ, വർജിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം. ത്വാഗൂത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ത്വാഗൂത്ത് എന്ന് പറയുന്നത് പിശാച് തന്നെയാണ്.
ധിക്കാരിയായ പിശാചിനെയാണ് താഗൂത്ത് എന്ന് പറയുന്നത്. താഗൂത്തിനെ പിന്നെ താഗൂത്തിൽ നിന്ന് വിട്ടകന്നു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അയ്യാബുദൂഹ അതിനെ അല്ലെ ആ പിശാചിനെ ആരാധിക്കുന്നതിൽ നിന്ന് അതിൽ നിന്ന് പിന്നെ അവർ വിട്ടു നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അനാബൂ ഇലല്ലാ പിന്നെയോ എന്നിട്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന വിനയത്തോടെ അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ലഹുമുൽ ബുഷ്റാ അവർക്ക് എന്തുണ്ട്? അവർക്ക് സന്തോഷ വാർത്ത ഉണ്ട് എന്ന് പറയുന്നത്. അവർക്ക് സന്തോഷ വാർത്തയുണ്ട്. ഫബശ്ശിർ ഇബാദ് അതുകൊണ്ട് എന്റെ അടിയാന്മാരെ എന്താക്കാന്? എന്റെ അടിയാന്മാർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നല്ലേ ഫബശ്ശിർ ഇബാദ്. അപ്പം ആദ്യം അള്ളാഹുവിനെ ഇഖ്ലാസോടുകൂടി ഇബാദത്ത് ചെയ്യേണ്ട പറഞ്ഞ് ഇനി അള്ളാഹുവിന് പുറമെ നിങ്ങള് ആരെങ്കിലും ഇലാഹുകളാക്കി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയ നഷ്ടമാണ്, വ്യക്തമായ നഷ്ടമാണ്. അത് തന്നെയാണ് നഷ്ടം. അങ്ങനെയുള്ളവർ നരകത്തിലായിരിക്കും. അവരുടെ മേലെയും താഴെയും ഒക്കെ എന്താണ്? തീയായിരിക്കും. അതിലായിരിക്കും അവർ കഴിഞ്ഞുകൂടേണ്ടി വരിക. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. അതിനെ നമ്മൾ പേടിക്കണം. അപ്പോ നമ്മൾ അതിനെ ഭയത്തോടു കൂടി തന്നെ നമ്മൾ കാണണം. എന്നിട്ട് അള്ളാഹു തആല പറയുന്ന താഗൂത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ധിക്കാരിയായ അനുസരണക്കേട് കാണിക്കുന്ന പിശാച് അവനെ നമ്മൾ എങ്ങനെ ആരാധിക്കല്? ഇബ്ലീസിനെ ആരാധിക്കൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മൾ ഇബ്ലീസിനെ ഇങ്ങനെ പൂജിക്കല. ശരിക്കും പറഞ്ഞാല് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് നമ്മൾ എതിരെ പ്രവർത്തിക്കുകയും പൈശാചികതകൾക്ക് നമ്മൾ അനുസരണ കൊടുക്കുകയും, അതായത് നമ്മളെ ദേഹേച്ഛകള് മെയിൻ ആയിട്ടുള്ള പൈശാചികത അനുസരിക്കുക എന്ന് പറയുന്നത് എന്തിലാ വരുന്നത്? നമ്മളെ ദേഹേച്ഛയാണ് അല്ലെ. ശരിക്കും ഷഹവത്തുകളോട് നമുക്ക് നോ എന്ന് പറയാൻ കഴിയാത്ത കാലത്തോളം നമ്മൾ ആരുടെ അടിമകളാണ്? പിശാചിന്റെ അടിമകളായിട്ടാണ് നമ്മൾ മാറുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ നമ്മളെ സൃഷ്ടിച്ച നമ്മളെ റബ്ബിന്റെ ഇബാദക്കൽ മുഖലസീൻ അല്ലെ, അള്ളാഹുവിന്റെ നിഷ്കളങ്കരായ അടിമകളാണെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും ഇഷ്ടവുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ അനുസരണക്കേട് നമ്മളിലേക്ക് സംഭവിക്കൂല അല്ലെ. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ പോകൂല. പക്ഷെ നമ്മൾ സ്വന്തം നഫ്സിന് അല്ലെ അടിമപ്പെടുന്നു, നമ്മളെ ദേഹേച്ഛകൾക്ക് നമ്മൾ അടിമപ്പെടുന്നു പലപ്പോഴും. അപ്പോഴാണ് നമ്മൾ എന്താകുന്നത്? ഈ പറഞ്ഞ ധിക്കാരം നമ്മളിൽ സംഭവിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അല്ലെ, നമ്മുടെ കണ്ണും കാതും നമ്മുടെ കൈകാലുകളും നമ്മുടെ നഫ്സും എല്ലാ ഹൃദയങ്ങളും നമുക്ക് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. അതായത് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ടിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്തുള്ളൂ? ലഹുമുൽ ബുഷ്റാ ഫബശ്ശിർ ഇബാദ് അത് നമുക്ക് കിട്ടും. ബുഷ്റ അല്ലെ, ബുഷ്റ എന്ന് പറഞ്ഞാൽ സന്തോഷ വാർത്ത. ഈ സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനെ കുറിച്ചുള്ള സന്തോഷമാണ്? എന്റെ അടിയാന്മാരെ നീ അറിയിക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത് സ്വർഗത്തെ കുറിച്ച്. സ്വർഗമാണ് ബുഷ്റ. അതാണ് നമുക്ക് കിട്ടേണ്ടത്, നമുക്ക് കാണേണ്ടത്, നമ്മൾ കേൾക്കേണ്ടത് അല്ലേ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തആല അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഹജ്ജിന് അതിലേക്ക് പുറപ്പെടുന്ന സമയത്ത് നമ്മളെ ഗ്രൂപ്പിൽ നിന്ന് കുറെ ആൾക്കാർ പോയല്ലോ. അപ്പൊ ഒരാൾ പ്രത്യേകം ചോദിച്ചു, എന്താണെന്ന് ടീച്ചർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, ഒന്നും വേണ്ട, സ്വർഗം ചോദിച്ചാൽ മതി. കുടുംബത്തോടെ എല്ലാവർക്കും ഒന്നിച്ച് സ്വർഗത്തിൽ കഴിഞ്ഞു വിടാൻ വേണ്ടിയുള്ള തൗഫീഖിന് വേണ്ടിട്ട് ദുആ ചെയ്താൽ മതി. സുബ്ഹാനല്ലാഹ്. പിന്നെ ക്ലാസ്സിൽ കേട്ടപ്പോ അതും കാര്യം പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു. വേറൊരു ക്ലാസ്സിൽ ഇങ്ങനെ കേട്ടപ്പോ അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും റഹ്മാനായ റബ്ബിന്റെ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിന്റെ അവകാശികളായി നമുക്ക് അവിടെ എത്താനും കൂടാനും ഒക്കെ ഉള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതിനുതകുന്ന കർമ്മങ്ങൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ പൈശാചികതകളിൽ നിന്നും വിട്ടുനിൽക്കാൻ
ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മത പാലിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. നമ്മളെപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നല്ലോണം ദുആ ചെയ്യണം. കാരണം പിശാച് എന്ന് പറയുന്ന ആ ഒരു ശത്രു ഉണ്ടല്ലോ, നല്ല ആളുകളുടെ ഇടയിലാണ് പിശാച് പ്രവർത്തിക്കാന്. നമ്മള് നമ്മള് ഖുറാനുമായിട്ടും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോ ഓന് തീരെ പിടിക്കൂല. അപ്പൊ എങ്ങനെ ഏത് ഭാഗത്തൂടെ വന്നിട്ട് ല്ലേ, മേലെ കൂടി താഴെ കൂടി ഇടത് ഭാഗത്തൂടി വലത് ഭാഗത്തൂടി അങ്ങനെ വന്നിട്ട് നമ്മളെങ്ങനെ ശല്യം ചെയ്യും. അപ്പൊ നമ്മളതിന് പിടി കൊടുത്താല് കാര്യം പോക്കാന്ന് കാര്യം. അള്ളാഹു നമ്മൾ ഏറ്റവും സൂക്ഷ്മതയോടുകൂടി ഈ ദുനിയാവിൽ ജീവിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. എല്ലാ കാര്യങ്ങളിലും ഇഖ്ലാസ് കാത്തു സൂക്ഷിക്കാൻ, റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടത്തിന് മുൻഗണന കൊടുക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ സന്തോഷ വാർത്തയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കട്ടെ. ആമീൻ. നമ്മളെ ഓരോ സെക്കൻഡുകളും വിലപ്പെട്ടതാണ്. അത് പാഴായി പോകാതെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണം, നല്ല നല്ല ആഗ്രഹങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ പലരും പറയും ക്ലാസ്സിന്റെ സമയത്തൊക്കെ നല്ല ഫീലിംഗ് ആവും, നല്ലതായ ഒരു അവസ്ഥയിലായിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും അതൊക്കെ വിട്ടിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം അൽഹംദുലില്ലാ നമ്മള് ദുൽഹജ്ജിന്റെ 1 മുതൽ 10 വരെ എന്ന് പറയുന്ന പോലെ 10 വരെ അല്ലെങ്കിൽ 10 പെരുന്നാളിന്റെ ചിലപ്പോ പിന്നെ നമുക്ക് വേണ്ടത്ര കൂടുതൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ അന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നല്ല നിയത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ അതിലൊക്കെ പ്രതിഫലം ഉണ്ട് അല്ലെ. ഇപ്പം കുടുംബക്കാരോ ആൾക്കാരൊക്കെ വീട്ടിൽ വരുമ്പോ അവരെ നല്ല സന്തോഷത്തോടെ സ്വീകരിച്ച് അവരെ സൽക്കരിച്ച് വിടുമ്പോ അതിനെല്ലാം ഭയങ്കര പ്രതിഫലം തന്നെയാണ് അല്ലെ. പെരുന്നാൾ ദിവസം ചെയ്യാൻ കഴിയുന്ന സൽക്കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് ഏറ്റവും അല്ലെ നല്ല കർമ്മങ്ങളായിട്ട് നല്ല നിയത്തോടു കൂടി ചെയ്താൽ അതൊക്കെ എന്താണ് പ്രതിഫലം തന്നെയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം 1 മുതൽ 10 വരെ എന്ന് പറഞ്ഞ പോലെ നല്ല പോലെ തക്ബീറും തഹ്മീദും തഹ്ലീലും ഒക്കെ ആയിട്ടില്ലേ, ദിക്റും പിന്നെ ദുആകളും കർമ്മങ്ങള്, ഖുർആൻ പാരായണ മത്സരം അല്ലെ, മത്സരമല്ല അതായത് മത്സരിച്ച് പാരായണം ചെയ്തു. പിന്നെ സുന്നത്ത് നമസ്കാരങ്ങളായിക്കൊണ്ടും അങ്ങനെ നല്ല പോലെ എല്ലാവരും ഉത്സാഹിച്ച് പിന്നെ കഴിഞ്ഞുകൂടി. പിന്നെ കഴിഞ്ഞ റമദാൻ ഇതുപോലെ റമദാനിൽ എല്ലാവരും നല്ല ആവേശത്തിലുണ്ടായി. റമദാൻ കഴിഞ്ഞ് പെരുന്നാള് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാം ഒരു സ്വിച്ച് ഓഫ് ആയ പോലെ ഫുൾ കുറെ ആൾക്കാർ പറഞ്ഞല്ലേ ഭയങ്കര ഡൗൺ ആയി, അങ്ങനെയായി ഇങ്ങനെ. അങ്ങനത്തെ ഒരു പിശാചിന് കീഴ്പ്പെട്ടു പോകുന്ന ഒരു ഇബ്ലീസിന്റെ ഇതിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥ വരാനേ പാടില്ല കേട്ടോ. ഇപ്പം നമ്മള് ദുൽഹജ്ജ് പിന്നെ 10, 11, 12 അല്ലെ ഈ ദിവസങ്ങളിലാണല്ലോ. അപ്പം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളും നമുക്ക് നല്ല ഈമാനും തഖ്വയും നിലനിർത്തി കൊണ്ടുപോകാൻ ഇത്തരം ക്ലാസ്സുകൾ, ഖുർആനിന്റെ ക്ലാസ്സുകള്, ഇങ്ങനെയുള്ള സദസ്സുകളൊക്കെ നമ്മൾ എന്താക്കണം, തേടി പിടിച്ച് ഇരിക്കണം. കാരണം നമ്മളെ ഈമാൻ എന്ന് പറയുന്നത് എന്താണ്, അത് ഭയങ്കര ദുർബലമാണ്. അത് എപ്പോഴും നമുക്ക് എല്ലാ സമയത്തും ഒരേ ഹൈ ലെവൽ കിട്ടൂല. അതിനാണ് ഇത്തരം ഇൽമിന്റെ സദസ്സുകളിൽ നമ്മൾ പങ്കെടുക്കണം എന്ന് പറയുന്നത്. അതിൽ കിട്ടുന്ന ഒരു വാക്ക് അല്ലെ, ഒരു ദുആ എന്തെങ്കിലുമല്ല നമുക്ക് തീർച്ചയായും എന്താകും, നമുക്ക് ഉപകാരപ്പെടും, ഉറപ്പാണ്. ഒരേ നല്ലതായ അവസ്ഥയിൽ എല്ലാവർക്കും ഈമാനിന്റെ ഏറ്റവും എന്താ പറയാ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലക്കുകൾ നമ്മളെ വന്നിട്ട് മുസാഫത്ത് ചെയ്യുന്നു പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ലെവലിലേക്കൊന്നും നമുക്ക് ഉയരാൻ കഴിയൂല. പക്ഷെ വന്ന് നോക്കിയാ. അപ്പൊ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമ്മൾ എന്താക്കണം, ശ്രദ്ധ പതിപ്പിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് പിന്നെ ആരെങ്കിലും ഒരു 5 മിനിറ്റ് എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞ് ഞാനിപ്പോ വരാം. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോ? എവിടെ ആരും ഇല്ല, എല്ലാരും ഉറങ്ങിയോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉറങ്ങല്ലേ ക്ലാസ് കേൾക്കും. അല്ല, ഞാൻ മിണ്ടിയിട്ട് ആരും ഒന്നും പറയുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഞാനൊരു ചെറിയ കാര്യം പറയാമേ, ഓക്കെ ആണോ? പറയട്ടെ. ഒരു ഓക്കെ. ഒരു ഉസ്താദ് ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുകയാണെ. ഉസ്താദ് പറഞ്ഞ കാര്യമാണ്. ഉസ്താദിന്റെ തലയിൽ തൊപ്പിയുണ്ട്. അപ്പോ ഉസ്താദ് ഇങ്ങനെ ബർത്തിൽ ഇരിക്കുകയാണ്. അപ്പോ ഒരു സ്ത്രീ നല്ല മുട്ടൊക്കെ വേദനിച്ചിട്ട് ഭയങ്കര ക്ഷീണിച്ചിട്ട് വന്ന് അടുത്തിരിക്കുകയാണ്. നോക്കുമ്പോ അവരുടെ ബർത്ത് മുകളിലാണ്. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഇല്ല, എന്റെ ബർത്തിൽ നിങ്ങൾ കിടന്നോളൂ, ഞാൻ മുകളിൽ കിടന്നോളാം. അങ്ങനെ ഇവരൊക്കെ സെറ്റാക്കി ഇരിക്കുമ്പോഴാണ് TTR വന്ന് പറയുന്നത്, ഇവരുടെ ക്ലാസ് വേറെയാണ്, ഇവരുടെ സീറ്റ് വേറെയാണ്,
ഈ മുട്ടുവേദനയോടെ വന്ന അമ്മയുടെ സീറ്റ് വേറെയാണ്. അവിടെ ഇവർക്ക് അപ്പർ ക്ലാസ് ആണ്. അപ്പൊ ഉസ്താദ് എന്ത് പറഞ്ഞു, കുഴപ്പമില്ല, അമ്മ ഇവിടെ കിടന്നോളൂ, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. പക്ഷെ അവിടെ പോയപ്പോ ഉസ്താദിന് ഇവിടത്തെ ഒരു ശാന്തതയൊന്നും അവിടെ ഇല്ല. അപ്പൊ ഉസ്താദിന്റെ മനസ്സിൽ ഷെയ്ത്താൻ വന്നു പറഞ്ഞു അത്രേ, വേണ്ടിയിരുന്നോ അവിടെ മിണ്ടാതെ നിശബ്ദതയിൽ കഴിയായിരുന്നില്ലേ, വല്ല ആവശ്യമുണ്ടോ ഇങ്ങനെ സീറ്റും കൊടുത്ത് ഇവിടെ വന്ന് ബുദ്ധിമുട്ടാൻ. എന്നിട്ട് ഉസ്താദ് ഒന്നൊന്നും മൈൻഡ് ചെയ്യില്ല, അൽഹംദുലില്ലാ കിടന്നുറങ്ങി. രാവിലെ ആവുമ്പോ വീടെത്തി, അവരെ വീട്ടിലേക്കും പോയി. ഇവര് വീട്ടിലിരിക്കുമ്പോ 11 മണിയോടെ രാവിലെ ഫോൺ വരാണ്, നമ്പറാണ്. ഈ ഉമ്മ ഇങ്ങനെ ഇവര് സീറ്റ് കൊടുത്തപ്പോ ഫോൺ നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോ അവരാണ് വിളിക്കുന്നത്. വിളിച്ചിട്ട്, മോനെ ഇന്ന പോലെ ഞാൻ ആ ഉമ്മയാണ്, ഞാൻ ആക്ച്വലി ഒരു തഹസിൽദാറാണ്, ഞാനിപ്പോ വിളിച്ചത് എന്താ വെച്ചാ, ഇവിടെ എൻ്റെ അടുത്തൊരു ഫാമിലി വന്നിട്ടുണ്ട്. അവര് 2 കൊല്ലം ഇവിടെ നടക്കുകയാണ്. എൻ്റെ അടുത്ത് ഒരു ഒപ്പ് വാങ്ങിക്കാൻ, അവർക്ക് എന്തോ സാങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒപ്പ് വേണം. പക്ഷെ ഇത്രയും ദിവസം എന്തോ എനിക്കത് അങ്ങോട്ട് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇപ്രാവശ്യം ഞാനത് ഇട്ടു കൊടുത്തു. എനിക്ക് മോനെയാണ് ഓർമ്മ വന്നത് അവരെ കണ്ടപ്പോന്ന്. വന്നത് മുസ്ലിം ഫാമിലിയാണ്. അപ്പോ നമ്മൾ ചെയ്യുന്ന ഓരോ നല്ലത് എവിടേക്കാണ് പോയി എത്തുന്നത് എന്നാണ് ആ ഉസ്താദ് പറയുന്നത്. നമ്മൾ നല്ലത് ചെയ്യുമ്പോ അത് നമ്മൾക്ക് മാത്രം അല്ല ഒരു തൃപ്തി, അത് ഇപ്പൊ ഇയാൾ ഇങ്ങനെ സീറ്റ് കൊടുത്തത് കൊണ്ട് ആ ഉമ്മ തഹസീൽദാർക്ക് എന്താ പറയാ, ഈ കമ്മ്യൂണിറ്റിയോട് തന്നെ ഒരു മതിപ്പ് തോന്നിയിട്ട് അവര് ആ വന്ന ഫാമിലിക്ക് ആ ഒപ്പിട്ട് കൊടുത്തു. 2 കൊല്ലായിട്ട് കിട്ടാത്ത ഒപ്പാണ് ഈ ഒരു സീറ്റിന്റെ പേരിൽ കിട്ടിയിരിക്കുന്നത്. എന്താല്ലേ, സുബ്ഹാനല്ലാ. അള്ളാഹു അങ്ങനെ, അള്ളാഹുവിനെ വിശ്വസിച്ചിരുന്നവർക്കൊന്നും അള്ളാഹു ഒരിക്കലും കൈവിടില്ല എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ഓരോ സാഹചര്യങ്ങളോടെ അത് നമുക്ക് കണ്ടു മനസ്സിലാക്കാം, അല്ലേ? ബോറടിച്ചോ? ഇല്ല ഇല്ല, മാഷാഅല്ലാ. സൂപ്പർ സൂപ്പർ ഇൻഷാല്ലാ. സൂപ്പർ. നല്ല അനുഭവം. ഇങ്ങനെ കേട്ടപ്പോ ഒന്ന് ഷെയർ ചെയ്യണം തോന്നി എല്ലാരുമായിട്ട്. ഇങ്ങനെ നമ്മള് വിചാരിക്കും, ഇപ്പൊ നമ്മൾ ഒരു സീറ്റ് കൊടുത്തത് കൊണ്ട് ഇപ്പൊ എന്താ സംഭവിക്കാന്ന്. കണ്ടില്ലേ എത്ര എത്ര കാര്യങ്ങളാ സംഭവിക്കുന്നേന്ന്. അതാണ് ആ അതെ ഉസ്താദ് പറയുന്നത്. നമ്മൾ ഒരു നല്ലത് ചെയ്യുമ്പോ അത് നമ്മളോട് മാത്രം ഒതുങ്ങുന്നില്ല, മറ്റുള്ളവർക്കും അത് പല രീതിയിൽ അത് ഹെൽപ്ഫുൾ ആകുന്നു. അതെ അതെ. അതേപോലെ പിന്നീട് കേട്ട വേറൊരു കാര്യം, ഇപ്പൊ തന്നെ ഹസി പറഞ്ഞത് തന്നെ, ഹസിയുള്ള ആ ഗ്രൂപ്പിൽ ഞാനും ഉണ്ട്. ഹജ്ജിനെ കുറിച്ചുള്ള ഫർളും സുന്നത്തുകളും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതുവരെ കേട്ടത്. ഹജ്ജ് ബുദ്ധിമുട്ടാണെന്നും കേട്ടിട്ടുണ്ട്. പക്ഷെ എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് ഇപ്പൊ ഹസി പറഞ്ഞതിലും ആ 2 ദിവസമായിട്ട് ആ ഗ്രൂപ്പിൽ വരുന്ന കാര്യങ്ങളും കേൾക്കുമ്പോൾ നല്ല സങ്കടമുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ദുആ ചെയ്യാം. പിന്നെ ഹസി പറഞ്ഞ പോലെ ഇനിയുള്ളവർക്ക് അവരെ ബോധ്യപ്പെടുത്താം. ആ ഗവൺമെന്റ് എല്ലാവർക്കും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അവര് അത്രയും എന്തൊക്കെയാ സൗകര്യങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനും എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടാവും, അത് കണ്ടറിയാഞ്ഞിട്ടാണ്. അതിനും അള്ളാഹു നല്ലൊരു വഴി വെക്കട്ടെ. ആമീൻ. ആമീൻ ഞാൻ വന്നുട്ടോ. ആമീൻ ആമീൻ യാ റബ്ബൽ അപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയത് എന്തേനു? അത് ഒരു മിനിറ്റ് ഹസി, അത് ഓൺ ചെയ്യട്ടെ. ആ, ഒരു മിനിറ്റ്. അത് ദാനി റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഇവിടെ. ഓ, അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്യണോ? വേണമെന്നില്ല. അപ്പൊ അത് നിർത്തട്ടെ. ഓക്കെ. ഇവിടെ ആണെങ്കിൽ ഭയങ്കര സൗണ്ട്, അതാണ് ഞാൻ മടിച്ചത്. ആ ആ ആ അയൽവക്കത്തെ വീട്ടിലെ പന്നി വരുന്നതും ടിവിന്റെ ഇവിടെ ഇപ്പുറത്തെ വീട്ടിലെ ടിവി, ഇങ്ങനെ ഒരേ സൗണ്ടാണ്. ഞാൻ എന്നിട്ട് സങ്കടത്തിലിരിക്കാണ്. അൽഹംദുലില്ലാ ദാനി ചെയ്യുന്നുണ്ടല്ലോ, അൽഹംദുലില്ലാ. ഓക്കെ. അപ്പൊ അത് മതിയാക്കാൻ ഹസി പറഞ്ഞോളൂ. അൽഹംദുലില്ലാ. ഇൻഷാല്ലാ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് അള്ളാഹുവിന്റെ ആ സന്തോഷ വാർത്ത നമുക്ക് കിട്ടുന്ന കാര്യം പറഞ്ഞല്ലേ. നമുക്ക് അടുത്ത ആയത്ത് പറയാം. റജീം الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ഈ ഒരു ആയത്ത് മുമ്പ് ഈ സീഡി ഉണ്ടാവൂലേ, അതിലിങ്ങനെ ഏതെങ്കിലും പ്രഭാഷണത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ അധികം വരുന്ന ഒരു ആയത്താണിത്. ഭയങ്കര അതിലിങ്ങനെ കേട്ടിട്ട് നല്ല അറിയായിരുന്നു. പിന്നെ പണ്ടെല്ലാം ഇങ്ങനെ ഓരോ പ്രഭാഷണങ്ങളോ സീഡി വരുമ്പോ അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഓതുന്ന ആയത്തായത്. ഇവിടെ എന്താ പറയുന്ന അറിയോ? അല്ലദീന യസ്തമിഊനൽ ഖൗൽ, വാക്കുകൾ ശ്രദ്ധിച്ച് കേൾക്കുകയും ഫയത്തബിഊന അഹ്സന, എന്നിട്ട് അതില് ഏറ്റവും നല്ലതിനെ പിൻപറ്റുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ്, അവർ തന്നെയാണ് എന്ത്,
അള്ളാഹു തആല ഹിദായത്ത് നൽകിയിട്ടുള്ള ആളുകള്. വ ഉലൈകഹും ഉലുൽ അൽബാബ്, അവർ തന്നെയാണ് എന്ത്, ബുദ്ധിമാന്മാർ. മാഷാ അല്ലാഹ്. അപ്പം ഈ ഒരു കാര്യത്തില് നമ്മള് നല്ല ഒരു ശ്രദ്ധ നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ നല്ലതായിരിക്കും. പിന്നെ അതായത് പിന്നെ നമ്മള് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ, അല്ലെ, ശ്രദ്ധ കൊടുക്കുക എന്നുള്ളത്, ശ്രദ്ധ ചെവി കൊടുക്കണം. എന്നിട്ട് എല്ലാം കേൾക്കാൻ വെച്ചാൽ എല്ലാം കേൾക്കാൻ പാടില്ല. കേൾക്കുന്നത് നല്ലപോലെ ശ്രദ്ധിച്ച് കേൾക്കുകയും എന്നിട്ട് അതില് ഏറ്റവും നല്ലത് അഹ്സന, അല്ലെ, അഹ്സനായിട്ടുള്ളതിനെ പിൻപറ്റുകയും ചെയ്യാന്നുള്ളത്, ഇത്തിബാ ചെയ്യാന്നുള്ളത്. അത് നമ്മളെ മേലെ ഓരോരുത്തരുടെ മേലും വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവർക്കാണ് അള്ളാഹു തആല എന്ത് നൽകുന്നത്, ഹിദായത്ത് നൽകുന്നത് പറയുന്നത്, അല്ലെ. അവർ തന്നെയാണ് ബുദ്ധിമാന്മാർ. അപ്പം പിന്നെ അള്ളാഹുവിന്റെ ഇവിടെ ബുഷ്റ പറഞ്ഞില്ലേ, ഫബശ്ശിർ ഇബാദ് ലഹുമുൽ ബുഷ്റ പറഞ്ഞത്. ആ ബുഷ്റ കിട്ടുന്ന ആളുകളുടെ ക്വാളിറ്റീസ് ആണ് ഈ പറയുന്ന കാര്യങ്ങള്. സുബ്ഹാനല്ലാഹ്. പിന്നെ പിന്നെ പിശാചിന്റെ ദുർബോധനങ്ങളില് പെട്ടുപോകാതെ, പിശാചിനെ അനുസരിക്കാതെ ജീവിക്കാം. എന്നിട്ട് അള്ളാഹുവിലേക്ക് വിനയത്തോടെ ഖേദിച്ച് മടങ്ങുക. പിന്നെ അള്ളാഹുവിന്റെ വാക്കുകള് ശ്രദ്ധിച്ച് കേൾക്കാം. ശ്രദ്ധിച്ച് കേൾക്കാം, പറയുന്ന വാക്കുകള് ശ്രദ്ധിച്ച് കേൾക്കാം. ഈ ശരിക്കും കേൾക്കുക എന്നുള്ളത്, ആ കേൾവി എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നാ പറയുന്നത് ആ വിഷയത്തില്. എന്നിട്ട് അതില് ഏറ്റവും നല്ലതിനെ നമ്മൾ എന്താക്കണം, പിൻപറ്റുകയും ചെയ്യുക എന്നുള്ളത്. അങ്ങനെയുള്ളവർക്കാണ് അള്ളാഹു തആല ഹിദായത്ത് നൽകുക എന്ന് പറയുന്നത്, അല്ലെ. സുബ്ഹാനല്ലാഹ്. അവരാണ് ബുദ്ധിമാന്മാർ. ഇപ്പൊ ബുദ്ധി എന്ന് പറയുന്നത് നമ്മള് കുറെ എന്തൊക്കെയോ ചെയ്യാൻ കഴിയാന്നുള്ളതല്ല, അല്ലെ. അള്ളാഹുവിന് വേണ്ടി, അള്ളാന്റെ മാർഗത്തില് നമ്മളെ നാളത്തെ ഭാവി സുരക്ഷിതമാക്കാനുള്ള കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് എന്ത്, ഉലുൽ അൽബാബിൽ പെടുക. അപ്പം അങ്ങനെയുള്ളവർക്ക് കിട്ടുന്ന, അല്ലെ, സ്ഥാനം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അടുക്കല് ഭയങ്കരം. കാരണം ബുഷ്റയാണ് അവർക്ക്, സന്തോഷ വാർത്ത, സ്വർഗമാണ് അവർക്ക്, അല്ലെ. ഉന്നതമായ അള്ളാഹുവിന്റെ ഒരു വലിയ ഒരു സന്തോഷ വാർത്ത നമ്മളെ മുമ്പിൽ അള്ളാഹു ഇട്ട് തരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ പറഞ്ഞ ഗുണം, ഈ പറഞ്ഞ ക്വാളിറ്റീസ് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം, അല്ലെ. 2 ദിവസം മുമ്പ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടായിട്ടില്ലേ, ഇൽമിനെ കുറിച്ചിട്ട് പറയുമ്പോ, അറിവ് എന്ന് പറയുന്നത് ശരിക്കും കുറെ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ പഠിച്ച് കുറെ ഡിഗ്രികൾ നേടിയെടുക്കുക എന്നുള്ളതല്ല, അല്ലെ. ശരിക്കും ഓരോ കാര്യത്തെക്കുറിച്ചും കൃത്യമായ അറിവോടുകൂടി നമ്മൾ അതിലെ അമൽ ചെയ്യും കൂടി ചെയ്യുമ്പോഴാണ് ആ ഇൽമ എന്താകുന്നത്, പരിപൂർണമാകുന്നത്, അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇപ്പം അറിവുള്ള ആളുകൾ പോലും പലപ്പോഴും ഈ വിഷയത്തിൽ എന്തായി പോകുന്നുണ്ട്, പാളിപ്പോകുന്നുണ്ട്, അല്ലെ, തെറ്റിപ്പോകുന്നുണ്ട്. യഥാർത്ഥമായ അള്ളാഹുവിന്റെ ഹിദായത്തിന്റെ വഴിയിൽ നിന്നും തെറ്റിപ്പോകുന്ന ഒരവസ്ഥ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാല് താഗൂത്തിന്റെ പ്രവർത്തനം കൊണ്ടാണ് സംഭവിക്കുന്നത്. താഗൂത്ത് വെച്ചാല് നമ്മളെ ധിക്കാരം പ്രവർത്തിപ്പിക്കാം. പിശാച് നമ്മളിൽ ഇടപെട്ടിട്ട് നമ്മളെ കൊണ്ട് എന്താക്കാം, അള്ളാഹുവിനെ ധിക്കരിക്കാനുള്ള പ്രേരണ നൽകും. ആ പ്രേരണയിൽ നമ്മൾ വശംവദരായി കഴിഞ്ഞാല് നമ്മൾ എന്താവും, നമ്മളും താഗൂത്തുകളായിട്ട് മാറുന്ന ഒരു അവസ്ഥയായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. എന്നാൽ നേരെ മറിച്ച് നല്ല കാര്യങ്ങൾ നമ്മൾ കേൾക്കാനും എന്നിട്ട് അത് പിൻപറ്റാനും നമ്മൾ തയ്യാറാകുമ്പോ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ എന്താകും, ഒഴിവാകും, അല്ലെ. സുബ്ഹാനല്ലാഹ്. നമ്മള് ശരിക്കും എന്ത് കാര്യവും ഇല്ലേ, കേൾക്കാനുള്ള ഒരു മനസ്സും കാണിക്കണം, അത് ഫോളോ ചെയ്യാനുള്ള ഒരു എന്താ പറയാ, അതിനുള്ള ഒരു മനസ്സും നമ്മൾ കാണിക്കണം. ചിലപ്പോ
ചില കാര്യങ്ങൾ നമ്മളെ ബുദ്ധിക്കും യുക്തിക്കും ഒന്നും ചിലപ്പോൾ യോജിക്കാത്തതായിരിക്കും. ഇപ്പൊ ഇപ്പൊ നമ്മൾ ഈ ഹജ്ജിന്റെ കർമ്മങ്ങളെ കാര്യങ്ങൾ തന്നെ പറഞ്ഞു. അതെന്തിനാ അവിടെ അങ്ങനെ ഉറങ്ങുന്നത്, അതെന്തിനാ പിന്നെ അവിടെ അങ്ങനെ ചെയ്യുന്നത് എന്നെല്ലാം ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ വന്നാല് അവിടെ പോയി തീർന്നു കാര്യം. നേരെ മറിച്ച് എന്റെ റബ്ബ്, എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് എന്താണോ പറഞ്ഞത് അല്ലെ, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അതിനെ നമ്മളെ മനസ്സുകൊണ്ട് സ്വീകരിച്ച് ആ കൽപ്പനകൾക്ക് വിധേയപ്പെട്ടിട്ട് നമ്മൾ ചെയ്യുമ്പോ അവിടെ അത് എന്തായി വലിയൊരു ഹിദായത്തിനുള്ള ഒരു വഴിയായി മാറിയെന്ന് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇപ്പൊ രാത്രി മുസ്ദലിഫയില് രാപ്പാർക്കാന്ന് പറയുമ്പോ അത് എവിടെ നമ്മൾ കിടക്കേണ്ടി വരാന്നൊന്നും പറയാൻ കഴിയൂല. അതെങ്ങനെ അത് നമ്മൾ അതിൽ ഒന്നും ഒന്നും ഇത് വിചാരിക്കാണ്ട് അങ്ങനെ അങ്ങ് അല്ലെ റബ്ബ് അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെയാന്ന് നമുക്ക് ചെയ്ത് കാണിച്ചു തന്നത്. അതുകൊണ്ട് നമ്മൾ അതേ പ്രകാരം നമ്മൾ എന്താക്കാ ചെയ്യാം. അപ്പൊ നമ്മളെന്തായി ആ ഒരു പിൻപറ്റലിന്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മളെത്തും. അപ്പൊ അത് എത്ര അല്ലെ സുബ്ഹാനല്ലാഹ്, അത് വലിയൊരു ഗുണമാണെന്നാ പറയുന്നത്. നമുക്ക് ഉണ്ടാവേണ്ട വലിയൊരു ക്വാളിറ്റിയാണത്. അതങ്ങനെയാ പറഞ്ഞത്, അത് അതുപോലെ നമ്മൾ ചെയ്യുക. അതിനപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് നമ്മൾ എന്താക്കണ്ട, കൂടുതൽ ചിന്തിച്ചിട്ട് പിന്നെ അല്ലെ വാദിക്കാനും തർക്കിക്കാനും ഖണ്ഡിക്കാനും ഒന്നും പോകണ്ട. തർക്ക വിതർക്കങ്ങളിലേക്കും കുതർക്കങ്ങളിലേക്കും ഖണ്ഡന മണ്ഡനങ്ങളിലേക്കും നമ്മൾ എന്താകണ്ട, പോകണ്ട ആവശ്യമില്ല. എല്ലാ കാര്യത്തിലും ഒരു മൃദ സമീപനം അല്ലെ, നമ്മള് അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ നമ്മൾ ഫോളോ ചെയ്യുക. അത് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകാം. അള്ളാഹു ഏറ്റവും നല്ല ഉലുൽ അൽബാബുകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അല്ലെ. അള്ളാഹുവിന്റെ ഹിദായത്ത് ലഭിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അടുത്ത ആയത്തുകൾ പറയണോ, എല്ലാം നിർത്തണോ? ഒരായത്തും കൂടി പറഞ്ഞോ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. എന്നിട്ട് അള്ളാഹു തആല ഒരു ചോദ്യം ചോദിക്കാണ്. എന്താ ചോദിക്കുന്ന അറിയോ? ഞാൻ പറയും ഇതിലെല്ലാം ഇതിലൊന്നും കുറേ വിശദീകരിക്കാനില്ല. ഓരോ കാര്യങ്ങളും ഡയറക്റ്റ് നമ്മളെ വാക്കുകൾ തന്നെ നമുക്ക് അതിലെ അർത്ഥത്തെ അതിന്റെ പിന്നെ മലയാളം അർത്ഥം പറയുമ്പോൾ തന്നെ അതിന്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലെ. അഫമൻ ഹഖ അലൈഹി കലിമത്തുൽ അദാബി അഫ അന്ത തൂഖിദു മൻ ഫിന്നാർ. അള്ളാഹു തആല ചോദിക്കുന്നു. അഫമൻ അപ്പോൾ ഒരുവനോ, എന്താണ് യാതൊരുവൻ, ഹഖ അലൈഹി അവന്റെ മേൽ എന്താണ് വാക്ക് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. എന്തിന്റെ? ഹഖ അലൈഹി കലിമത്തുൽ അദാബ്, ശിക്ഷയുടെ വാക്ക്. ശിക്ഷയുടെ വാക്ക് അവന്റെ മേൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരാൾക്ക് അല്ലെ ശിക്ഷിക്കാൻ അള്ളാഹു തആല തീരുമാനിച്ച ഒരാളെ അഫ അന്ത തൂഖിദു മൻ ഫിന്നാർ, എന്നിരിക്കെ അവനെ നീ രക്ഷപ്പെടുത്താൻ നിനക്ക് സാധിക്കുമോ എന്നാ ചോദിക്കുന്നത്. നിനക്ക് അങ്ങനെയുള്ള ഒരാളെ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ? ഇപ്പൊ നരകം പിന്നെ അതായത് ഇപ്പൊ അള്ളാന്റെ ഭാഗത്തു നിന്നുള്ള ഉപദേശ നിർദ്ദേശങ്ങളും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും ശ്രദ്ധിക്കാതെ അനുസരിക്കാതെ ധിക്കാരം പ്രവർത്തിച്ച് സ്വന്തം ഇഷ്ടങ്ങൾക്ക് മുൻഗണന കൊടുത്തിട്ട് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവരുടെ കാര്യം എന്താ, നമുക്കൊന്നും പറയാനില്ല അല്ലെ. അവര് കാര്യം പിന്നെ നിനക്ക് ഏറ്റെടുത്തിട്ട് നല്ല നേർവഴിക്ക് അവരെ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ് അല്ലെ. അവരെ നരകത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുമോ? ഇല്ല, ഒരിക്കലും സാധിക്കൂല എന്നുള്ളതാണ് ഇവിടെ അള്ളാഹു തആല നമുക്ക് ഉറപ്പിച്ച് പറഞ്ഞു തരികയാണ്. നിനക്ക് കഴിയൂല എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഒരാളെയും നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയൂല. നമ്മൾ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ മേലെ ബാധ്യത ഉള്ളൂ അല്ലെ. ഏതൊരാൾക്കും നമ്മൾ പറഞ്ഞു കൊടുക്കുക, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവര് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് വിട്ടു നിന്നാൽ സ്വന്തം നഫ്സിനെ അല്ലെ തടയിടാനെ ഓരോരുത്തരും സ്വയം തീരുമാനിക്കണം എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും സ്വയം വിചാരിക്കാണ്ട് ഒരാളെയും അല്ലെ നന്നാക്കാനൊന്നും കഴിയൂല. എത്ര ക്ലാസ് കേട്ട് കുറെ സദസ്സുകളിൽ ഇരുന്ന് ഒരുപാട് കേട്ട് ഒന്നും വിചാരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. തീരുമാനിക്കണം.
ഉറച്ച തീരുമാനങ്ങൾ എടുക്കണം. എന്നിട്ടത് പിന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൊണ്ടു നടക്കണം. അപ്പോഴേ നമുക്കത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. എന്നിട്ട് ഒരായത്തും കൂടി ഉണ്ട്, അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ലാക്കിനില്ലദീന തഖൗ റബ്ബഹും ലഹും ഗുറഫും മിൻ ഫൗഖിഹാ ഗുറഫും മബ്നിയത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ വഅദല്ലാഹി ലാ യഖ്ലിഫുല്ലാഹുൽ മിആദ്. എന്താ അല്ലാഹു തആല പറയുന്നല്ലോ? പക്ഷേ അല്ലദീന തഖൗ സൂക്ഷ്മത പാലിച്ചവരെ സംബന്ധിച്ചിടത്തോളം റബ്ബഹും തങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ട് എന്ത്? ഗുറഫുൻ മണിമാളികകൾ, അല്ലെ? ഉന്നതമായ ചില മണിമാടങ്ങൾ. ഗുറഫുൻ മിൻ ഫൗഖിഹാ ഗുറഫുൻ മബ്നിയത്തുൻ, അതിന്റെ മീതെ പിന്നെയും, അല്ലെ? അതായത് തട്ടുകളായിട്ടുള്ള ഒരുപാട് തട്ടുകളായിക്കൊണ്ടുള്ള നല്ല മണിമാളിക, അല്ലെ? സുബ്ഹാനല്ലാഹ്, മണിമാടങ്ങൾ അവർക്കുണ്ടായിരിക്കും എന്ന് പറയുന്നത്. മേലെ ആയിട്ട്, തട്ടായിട്ട്. ഇപ്പം നമ്മള് വലിയ ഉയർന്ന, അല്ലെ, ബിൽഡിങ്ങുകള് ഏറ്റവും മേലെന്നൊക്കെ ഇങ്ങനെ നോക്കുമ്പോ ഭയങ്കര രസമായിരിക്കും. നമ്മള് ഇവിടെ നാടുകളിലുള്ള തന്നെ അവസ്ഥ ഭയങ്കര രസമായിരിക്കും, അല്ലെ? അപ്പൊ പിന്നെ അള്ളാഹുവിന്റെ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഏറ്റവും ഉയർന്ന മണിമാളികകൾ ഒരാൾക്ക് കിട്ടുക എന്ന് പറയുമ്പോ ഒന്ന് ആലോചിച്ച് നോക്ക്. ആർക്കാണത്? അല്ലദീന തഖൗ റബ്ബഹും, തങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം. എന്നിട്ടോ ഗുറഫും മബ്നിയത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്ത് കൂടി എന്തുണ്ട്? നദികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെ? വഅദല്ലാഹ്, അതെന്താണ്? ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. ലാ യുഖ്ലിഫുല്ലാഹുൽ മീആദ്, അള്ളാഹു ഒരിക്കലും അവന്റെ വാഗ്ദാനം എന്താക്കൂല? ലംഘിക്കൂല. സുബ്ഹാനല്ലാഹ്. ഈ ഖുറഫിന്റെ ഇത് പറയുമ്പോ ഒരു ഹദീസ് പറയുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, സ്വർഗത്തിൽ ചില മണിമാടങ്ങളുണ്ട്. അവയുടെ പുറംഭാഗം ഉള്ളിൽ നിന്ന് കാണപ്പെടും, ഉൾഭാഗം പുറമേ നിന്നും കാണപ്പെടും. അള്ളാഹു അവയെ ഒരുക്കി വെച്ചിരിക്കുന്നത് ഭക്ഷണം ദാനം നൽകുകയും സൗമ്യമായി സംസാരിക്കുകയും തുടരെ നോമ്പ് പിടിക്കുകയും ജനങ്ങൾ ഉറങ്ങുന്ന അവസരത്തിൽ രാത്രി നമസ്കരിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയാകുന്നു. നമ്മൾ കുറെ മുമ്പ് ഈ വിഷയങ്ങൾ നമ്മളെ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തതാണ്, അല്ലെ? ഗുറഫും മിൻ ഫൗഖിഹാ ഗുറഫും മബ്നിയത്തുൻ, അള്ളാഹു ഉന്നതമായ സ്വർഗത്തിൽ ഏറ്റവും ഉയർന്ന തട്ടില് നല്ല മണിമാളികകൾ, തട്ടുകളായിട്ട് ഇങ്ങനെ മണിമാളികകൾ അള്ളാഹു തആല ഒരുക്കി വെച്ചിരിക്കുന്നത് ആർക്കാണ്? പ്രത്യേകമായിട്ട് അവരുടെ ക്വാളിറ്റീസ് പറഞ്ഞത് എന്താണ്? ഭക്ഷണം ദാനം നൽകുന്നവൾ, ഭക്ഷണം കൊടുക്കുക, ഭക്ഷിപ്പിക്കുക, മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുന്ന ആള്, ധാരാളമായിട്ട് മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുന്ന വിഷയത്തിൽ താല്പര്യം കാണിക്കുന്ന ആളുകൾ. പിന്നെയോ സൗമ്യമായ സംസാരം, വളരെ സ്നേഹത്തോടെ സൗമ്യതയോടുകൂടി എല്ലാവരോടും പെരുമാറാൻ കഴിയുന്നത്, അല്ലെ? സംസാരത്തില് സൗമ്യത കാണിക്കുന്ന ആളുകള്. പിന്നെന്താ? അത് സ്വഭാവത്തിന്റെ വിഷയമാണ് വരുന്നത്. പിന്നെ തുടരെ നോമ്പ് പിടിക്കുന്ന ആളുകള്, അതൊരു കണ്ടിന്യൂഷൻ, അല്ലെ? നോമ്പില് എല്ലാ തിങ്കളും വ്യാഴവും, പിന്നെ മാസത്തിൽ ഒരു 3 നോമ്പ്, അതെല്ലാം ഇങ്ങനെ തുടർച്ചയായിട്ട് കൊണ്ടുപോകുന്ന ആളുകള്. സുബ്ഹാനല്ലാഹ്. പിന്നെന്താ പറയുന്നത്? ജനങ്ങളൊക്കെ ഉറങ്ങുന്ന സമയത്ത് രാത്രിയിൽ എഴുന്നേറ്റിട്ട് അള്ളാഹുവിന് മുമ്പിലെ മുനാജാത്ത് നടത്തുന്ന ആളുകള്, രാത്രി നമസ്കാരം ചെയ്യുന്ന ആളുകൾ. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് അള്ളാഹു തആല എന്തൊരുക്കിയിട്ടുള്ളത്? മണിമാടങ്ങൾ. സുബ്ഹാനല്ലാഹ്, മണിമാടികൾ, അല്ലെ? അള്ളാഹു ഈ പറഞ്ഞ ഗുണങ്ങളോട് കൂടി ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഭക്ഷണത്തിന്റെ കാര്യത്തിലൊന്നും നമ്മള് കൊടുക്കുന്ന വിഷയത്തിലൊന്നും നമ്മളിൽ ഒരു പിശുക്ക് വരാൻ പാടില്ല. വിശക്കുന്ന ആളുകളെ കണ്ടെത്തിയിട്ട് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക. നമ്മൾ വിചാരിക്കില്ലേ നമ്മൾ ഇന്നത്തെ നാട്ടിലും നമുക്ക് ഭക്ഷണത്തിന് വിഷമിക്കുന്ന ആളുകളൊന്നും ഇല്ല. സത്യത്തില് കുറച്ച് പെരുന്നാളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമയത്ത് ഞാന് നമ്മളിങ്ങനെ കുറച്ച് ആളുകൾക്ക് സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോ
ഒരു മിനിറ്റ്. നമ്മളിങ്ങനെ ഇങ്ങനത്തെ ഓരോ വിഷയത്തിൽ ഇടപെട്ടിട്ട് നമ്മള് പിന്നെ ഭക്ഷണം ഇല്ലാത്ത ആൾക്കാർക്ക് അതിന് വേണ്ടിയിട്ട് പൈസ അയച്ചു കൊടുത്ത്, ഡ്രസ്സ് എടുക്കാത്ത ആൾക്ക് ഡ്രസ്സ് എടുക്കാൻ പൈസ അയച്ചു കൊടുത്ത്, അൽഹംദുലില്ലാ നമ്മളെ ഗ്രൂപ്പ് വഴി അങ്ങനെ കുറച്ച് അൽഹംദുലില്ലാ നല്ല സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഒരാളുടെ കാര്യം ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ അവരുടെ മകളുടെ മൂത്തമകളുടെ കല്യാണത്തിന്റെ ആവശ്യമായിട്ട് പിന്നെ സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സത്യത്തില് അവരുടെ കാര്യം അവരുടെ ഫ്രണ്ട് അവരറിയുന്ന ഒരു ഫ്രണ്ടാണ് അവരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ട് ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. അത് അവര് പിന്നെ ഈ പറഞ്ഞ ആളില്ലേ, ഈ വിഷമിക്കുന്നെന്ന് പറഞ്ഞ ആളില്ലേ, ഒന്നും വിഷമം ഇവരോടൊന്നും പറയുന്നില്ല, ഒരു വിഷമവും പറയുന്നില്ല. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവർ ഇടപെട്ടിട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുമ്പോഴാണ് അവരുടെ വിഷമം അറിയുന്നത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നമ്മളൊക്കെ ഇങ്ങനത്തെ കാര്യത്തിൽ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും തീർച്ചയായും അല്ലെ. തുമ്മല തുസ്അലുന യൗമ ഇതിൻ അനി നഈം പറഞ്ഞിട്ടില്ലേ. അവരുടെ കാര്യം അറിഞ്ഞപ്പോ അവരുടെ ഒരു മോൾക്ക് പിന്നെ ഈ വൈറസ് സംബന്ധമായ ഒരു പ്രയാസം, അപ്പം എന്താ പറയാ വയറ്റിന്ന് പോകുമ്പോ ഇങ്ങനെ ബ്ലീഡിങ് അങ്ങനത്തെ എല്ലാം ബുദ്ധിമുട്ട്. അപ്പം പപ്പടവും അച്ചാറും കഴിക്കണ്ടെന്ന് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞോരു നിനക്ക് എന്തിനാ നീ പപ്പടം അച്ചാറും കൊടുക്കാണ്ട് എന്നോട് എന്തിനാ അത് കുട്ടിക്ക് കൊടുക്കുന്നത്, അത് തട്ടിയ അപ്പട് ഈ പറഞ്ഞ ഈ ബ്ലഡിന്റെ പ്രശ്നം വയറിന് ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്നുവെച്ചാല് പിന്നെ മിക്ക ദിവസങ്ങളും കഞ്ഞിയായിരിക്കും പോലും, വേറെ പിന്നെ കറികളൊന്നും മറ്റുള്ള അങ്ങനെ വാങ്ങിച്ചു വെക്കാനോ ആക്കാനൊന്നുള്ള ഇതില്ല, സാമ്പത്തികം അവർക്കില്ല. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്. അന്നേരം എന്താക്കും, കഞ്ഞിയൊക്കെ. അപ്പൊ കഞ്ഞി കൂട്ടണമെങ്കിൽ പിന്നെ എന്താ പറയാ, കഞ്ഞിക്ക് എന്തെങ്കിലും ഒരു അച്ചാർ തൊട്ട് കൂട്ടുമ്പോ അത് കൂട്ടണ്ടെന്ന് പറയാൻ എങ്ങനെ ഞാൻ പറയാ. അത് ഇവരിങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോഴാണ് ആ വിഷമം അവരറിയുന്നത്. അപ്പൊ ഇങ്ങനെയെല്ലാം ഭക്ഷണത്തിനെല്ലാം ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ ആൾക്കാർ ശരിക്കും കേട്ടപ്പോ വല്ലാത്ത വിഷമായി പോയി. പിന്നെ അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, അവരുടെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞ് നിങ്ങൾ എന്താ വേണ്ട വെച്ചാൽ നോക്കിട്ട് ചെയ്തു കൊടുക്കാം, നമുക്ക് മാസത്തില് സാധനം വാങ്ങിച്ചു കൊടുക്കാം, മക്കളൊക്കെ നല്ല ഭക്ഷണം കഴിക്കട്ടെ. അവര് ഭർത്താവ് ഇല്ലാത്തതുകൊണ്ട് ആരോടും അവര് സങ്കടമൊന്നും പറയാണ്ട് ഉള്ളത് കൊണ്ട് ഇങ്ങനെ ഒതുങ്ങി കഴിയാൻ. നല്ലൊരു ഭക്ഷണം അവര് കഴിക്കുന്നേ ഇല്ല ശരിക്കും പറഞ്ഞാല്. അങ്ങനെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഈ പറഞ്ഞ ആളെന്നെ എന്നോട് പറഞ്ഞ് ഞാൻ വിചാരിച്ചു നമ്മളെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ആളുകളൊന്നും ഇല്ല എന്നാണ്. പക്ഷെ ഒന്നും പറയുന്നില്ല, വിഷമൊന്നും പറയുന്നില്ല. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിന് എന്താ നമുക്ക് വേണ്ടി ചെയ്തു കൊടുക്കാം ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പൊ പിന്നെ ഇങ്ങനെ ഓരോ ചോദിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. ഇത്രയും വിഷമിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആരോടും പറയാണ്ട് അങ്ങനെയെല്ലാം വിഷമിക്കുന്ന ആളുകൾ ഈ ദുനിയാവിലുണ്ട്, നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട്, ദൂരത്തൊന്നും അല്ല. അത്രയും പ്രയാസപ്പെടുന്ന ആളെ. അപ്പൊ നമ്മൾ അങ്ങനത്തെ ആൾക്കാരെല്ലാം കണ്ടെത്തണം അല്ലെ, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകളെ കണ്ടെത്തിയിട്ട് ഭക്ഷണം എത്തിച്ചു കൊടുക്കണം, ഭക്ഷണത്തിനുള്ള വക എത്തിച്ചു കൊടുക്കണം. അൽഹംദുലില്ലാ നമ്മളെ ഗ്രൂപ്പ് വഴി നമുക്ക് അങ്ങനെ സാധിക്കുന്നുണ്ട്. ചിലരൊന്നും പറയുന്നില്ല എന്നേ ഉള്ളൂ, ചിലരൊന്നും നമ്മളോട് പറയാതെ നമ്മൾ അറിയൂല. എന്നാലും നമ്മളിങ്ങനെ ആൾക്കാരെ ഇടയിൽ ഇറങ്ങി ജീവിക്കണം എന്ന് പറയുന്നില്ലേ, അപ്പോഴേ നമുക്ക് അറിയാൻ കഴിയാം. എല്ലാരെ കുശലാന്വേഷണങ്ങൾ നമ്മൾ ചോദിച്ച് നമ്മളെ അറിവില് നമ്മളെ പരിചയത്തിലുള്ള ആൾക്കാരുടെ വിവരങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിയണം. എന്നിട്ട് സഹായിക്കപ്പെടേണ്ട ആൾക്കാരാണെങ്കിൽ അവരിലേക്ക് സഹായം എത്തിച്ചു കൊടുക്കണം. അത് ഓരോരുത്തരും അതിനുവേണ്ടി പരിശ്രമിക്കണം. ഇതൊന്നും നമ്മളെ ബാധ്യതയല്ല, ഇതൊന്നും നമുക്ക് പറഞ്ഞതല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരും മാറി നിൽക്കേണ്ടവരല്ല അല്ലെ. നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കണം, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നമ്മൾ ഇടപെടണം. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇങ്ങനെയുള്ളവർക്ക് സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും പ്രയാസങ്ങൾ അള്ളാഹുവെ നീ നല്ല രീതിയിൽ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. നീ ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ ശ്രദ്ധിക്കുക, അതുപോലെ നല്ല രീതിയിലുള്ള പെരുമാറ്റം, സ്വഭാവം, സൗമ്യമായ സംസാരം അതെപ്പോഴും നമ്മൾ കാത്തു സൂക്ഷിക്കണം.
ആർക്കും ഒരു ദേഷ്യം, വെറുപ്പ്, ഒരു വിഷമം തോന്നുന്ന രീതിയിൽ നമ്മൾ ആരോടും എന്താക്കാൻ പാടില്ല, ഇടപഴകാൻ പാടില്ല. ആ കാര്യം ശ്രദ്ധിക്കുക. കാസർഗോഡാണ്. പിന്നെ 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 പറഞ്ഞത് എന്താന്ന് വെച്ചാല് രാത്രി നമസ്കാരം അല്ലെ, പിന്നെ നോമ്പിന്റെ കാര്യത്തിൽ എല്ലാരും ഒരു ചിട്ട ഉണ്ടാക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ പറഞ്ഞ ഉറഫിൽ നമുക്ക് എത്തണ്ടേ, ബിനീയത്തും കിട്ടണ്ടേ. അപ്പൊ നമ്മൾ എന്താക്കണം, റംസാൻ കഴിഞ്ഞ് ഷവ്വാല് കഴിഞ്ഞ് ദുൽഖഅദും ദുൽഹജ്ജും അല്ലെ, ദുൽഹജ്ജിലാ ഇപ്പൊ നമ്മളുള്ളത്. ഇനി മുഹറം മാസത്തില് അതും ഉണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്, നമുക്കിങ്ങനെ ഓരോ മാസവും നോമ്പൊക്കെ പിടിക്കാൻ ഓരോ കാരണങ്ങൾ ഉണ്ട്. അപ്പൊ അതിനിടയിൽ എന്താക്കാൻ പറ്റുന്നവരൊക്കെ തിങ്കളും വ്യാഴം ദിവസങ്ങളിലൊക്കെ നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അല്ലാഹു തആല ഏറ്റവും നല്ല റാഹത്തായിട്ട് എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്ത് ജീവിതത്തില് നല്ല ഇതില് അമൽ സാലിഹാത്തുകൾ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ രാത്രി നമസ്കാരത്തിന്റെ കാര്യത്തിലും അല്ലെ, തഹജ്ജുദിന്റെ വിഷയത്തില് വളരെ സൂക്ഷ്മത പാലിക്കുക. ഈ പറഞ്ഞ ഗുണങ്ങൾ നമുക്കുണ്ടെങ്കിൽ അള്ളാഹു ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിലാണ് ഈ പറഞ്ഞ ഉറഫുൻ നമുക്ക് അള്ളാഹു തആല നൽകാൻ. സുബ്ഹാനല്ലാഹ് അല്ലെ, അതിലൊക്കെ നമുക്ക് പോവണ്ടേ, നമുക്ക് അതിലും പോയി കാണണ്ടേ, നമുക്ക് അതിൽ ആസ്വദിക്കണ്ടേ, മറ്റുള്ളവരെ നമുക്ക് ക്ഷണിക്കണ്ടേ അല്ലെ, നമുക്ക് അവിടെ കൂടണ്ടേ. ഇൻഷാ അള്ളാഹ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകട്ടെ. അതിനുതകുന്ന രീതിയിൽ ഈ പറഞ്ഞ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിലെ അള്ളാഹു വാഗ്ദാനം ചെയ്ത, അള്ളാഹുവിന്റെ വാഗ്ദാനം എന്ന് പറയുന്നത് അതെന്താണ്, അത് സത്യമാണ് അല്ലെ. അള്ളാഹു വാഗ്ദാനം ചെയ്താൽ അത് ഒരിക്കലും എന്താവൂല. വഅദല്ലാഹി ലാ യുഖ്ലിഫുല്ലാഹുൽ മിആദ്. ഇത് അള്ളാന്റെ വാക്കാണെങ്കിൽ അള്ളാഹു വാക്ക് ഒരിക്കലും എന്താക്കൂല, ലംഘിക്കൂല. ഒരിക്കലും അള്ളാഹു ലംഘിക്കൂല. അങ്ങനെയുള്ളവനാണ് നമ്മളെ റബ്ബ്. ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ അല്ലെ, അള്ളാഹുവിന്റെ വാഗ്ദാനം അത് സത്യമാണ്. ആ സത്യമായ വാഗ്ദാനത്തിലേക്ക് എത്താനുള്ള ക്വാളിറ്റീസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. റഹ്മാനായ റബ്ബേ, നിന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് അള്ളാഹുവെ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഞങ്ങളുടെ ഇരുത്തത്തെ നീ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മത, തഖ്വ കാത്തു സൂക്ഷിക്കാൻ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. തുടർന്നുള്ള നമ്മളെ ജീവിതം ഏറ്റവും പാപസുരക്ഷിതമായിക്കൊണ്ട് പാപരഹിതമായ ഒരു ജീവിതം നയിക്കാൻ, ഒരുപാട് പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള നല്ല തൗഫീഖ് റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ത്വാഗൂത്തിനെ അനുസരിക്കുന്നതിൽ നിന്ന്, പൈശാചികതകളിലേക്ക് പോകുന്നതിൽ നിന്നും അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും വരും തലമുറകളെയും നീ സംരക്ഷിക്കണേ റഹ്മാനെ. നിന്റെ ഒരു സംരക്ഷണ കവചം റഹ്മാനായ റബ്ബേ ഞങ്ങളുടെ എല്ലാവരുടെയും മേലും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും യഥാർത്ഥമായ തഖ്വ കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുഖ്ലിസീങ്ങളായി ഇഖ്ലാസുള്ള ഇബാദുകളായി ഈ ദുനിയാവിൽ ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന് വേണ്ടി ജീവിച്ച് അത് മറ്റുള്ളവരിലേക്ക് പ്രബോധനം ചെയ്യുന്ന ദായികളായി ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് നിന്റെ തൃപ്തിയിലായി കൊണ്ട് മരണപ്പെടാൻ റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഈ ദുനിയാവിൽ ഞങ്ങളുടെ അവസാന വാക്കത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാക്കി തീർക്കാൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. നീ വാഗ്ദാനം ചെയ്ത സ്വർഗത്തിലെ മണിമാളികകൾ തട്ടുകളിലായി കിടക്കുന്ന ഉന്നതമായ സൗധങ്ങളിലേക്ക് ഞങ്ങൾക്ക് പാർക്കാൻ റഹ്മാനായ റബ്ബേ അതിനുതകുന്ന കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ നല്ല ആഫിയത്ത് നൽകണേ റഹ്മാനെ. നല്ല ആരോഗ്യം പ്രദാനം ചെയ്യണേ റഹ്മാനെ. എല്ലാ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള നല്ല ഈമാൻ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ കർമ്മങ്ങളിലും ഇഹ്സാൻ നിലനിർത്താൻ ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് രോഗികളായി പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഒരു സഹോദരി പ്രത്യേകം ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട്. വേദന കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുകയാണ്. അല്ലാഹുവേ അവരുടെ വേദനകൾക്ക് നീ ആശ്വാസം നൽകണേ റഹ്മാനെ. പരിപൂർണമായ ശിഫ നൽകി ആശ്വാസം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നല്ല ക്ഷമയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ നീ അവർക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അതുപോലെ പ്രയാസപ്പെടുന്ന എല്ലാവർക്കും റഹ്മാനായ റബ്ബേ എല്ലാ രോഗങ്ങളെ തൊട്ടും നീ ശിഫ നൽകി ആശ്വാസം നൽകി ക്ഷമ നൽകി സമാധാനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ.
എല്ലാവരുടെയും എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ നാടുകളിൽ നിന്നും ഹജ്ജിന് വേണ്ടി പുറപ്പെട്ട എല്ലാ ഹാജിമാർക്കും അള്ളാഹുവെ അവർക്ക് നല്ല ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. സംതൃപ്തിയോടെ കൂടി അവരുടെ കർമ്മങ്ങൾ നിർവഹിച്ച് നല്ല സമാധാനത്തോടു കൂടി നാട്ടിലേക്ക് തിരിച്ചു വരാൻ, പരിപൂർണമായ സംതൃപ്തിയോടുകൂടി നാട്ടിലേക്ക് വരാൻ ഉതകുന്ന രീതിയിലുള്ള ക്ഷമയും സഹനവും നൽകി നീ അവരെ സമാധാനിപ്പിക്കണേ അള്ളാഹുവെ. നല്ല ആശ്വാസം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. കുടുംബത്തിന്റെ കൂടെ ഇനിയുള്ള കാലം നല്ല ഈമാനോടും തഖ്വയോടും കാത്തു സൂക്ഷിച്ചുകൊണ്ട് മരിക്കുന്നവരെ ജീവിക്കാൻ നീ എല്ലാ അവർക്കും നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും നേരത്തെ ഇവിടെ പറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അള്ളാഹുവെ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ കബറിടങ്ങൾ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. റബ്ബനാ لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. عليكم السلام ورحمة വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈറൻ. وعليكم السلام ورحمة الله وعليكم وبركاته. السلام ورحمة الله السلام وبركاته. ورحمة الله وبركاته. جزاك الله خير. وعليكم السلام السلام ورحمة الله ورحمة الله وبركاته. جزاك الله خيرا كثيرا في الدنيا والآخرة. وعليكم السلام ورحمة الله وبركاته. جزاك الله خير. جزاكم الله. وعليكم السلام ورحمة الله ചാനലിൽ السلام ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. ഹസീന, ഞാനുണ്ട്. കമർബാനുണ്ട്. ഞങ്ങളെ ഹോസ്റ്റ് ഓക്കെ. അതിന്റെ പേട്ടെ ആ